എന്നെന്നും കർത്താവ് ഹല്ലേലൂയ മഹത്വം. ആരാധിക്കാതെ യോഗ്യന്മാരില്ലല്ലോ, ഹല്ലേലൂയ മഹത്വം. നീ മാത്രം ആരാധ്യൻ എന്നെന്നും കർത്താവ് ഹല്ലേലൂയ മഹത്വം. സ്വർഗീയ ദിയാലിനെ മുറ്റും നിറച്ചിരുന്ന രാജാവിനെന്നും 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 മഹത്വം. വായിക്കാം. എല്ലായ്പ്പോഴും വായിക്കുന്നത് പോലെ യോഹന്നാൻ 10-ാം അധ്യായം 27 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ ഈ മാസം മുഴുവൻ നമ്മൾ കേട്ട വാക്യമാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. നമ്മൾ ഈ മാസം മുഴുവൻ കേട്ട് ദൈവത്തിന്റെ വചനമാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അത് മാത്രമല്ല, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത്. ദൈവം അറിയുന്നുണ്ട് അല്ലേ? ദൈവം അറിയുന്നുണ്ട്. ആരൊക്കെ ദൈവം അറിയുന്നുണ്ട്? അവനെ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ஆனால் അതേ വചനം പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒരു നാളും അറിയത്തില്ല. അറിയും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതേ സമയം വേറൊരു ഭാഗത്ത് പറഞ്ഞ്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെ വായിച്ചത് എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയണമെന്ന് എവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തെ വിളിക്കുന്ന ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ. അല്ലേ? കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ എവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കടക്കും. നേരത്തെ വായിച്ചതാണ്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്ന. അർത്ഥം എന്താണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ എവിടെ കടക്കാൻ പറ്റൂ? സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റും. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്തായിരുന്നു? നാം സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മുഴുവനും കർത്താവ് ഏൽപ്പിച്ച സകല കൽപ്പന നാം അനുസരിച്ചിരിക്കണം. ഞാൻ പകുതി മാത്രമേ അനുസരിക്കണം, ഞാൻ പകുതി അനുസരിക്കില്ല. എന്റെ ഇഷ്ടം നടന്നാൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വേറെ വഴിയില്ല. മാനസാന്തരപ്പെട്ട് ദിവസം മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. പിതാവിന്റെ ഇഷ്ടം എന്താണ്? യേശു കർത്താവ് ഈ ഭൂമിയിൽ എന്താണ് കാണിച്ചു കൊടുത്തത്? ആവശ്യപ്പെടണം. കർത്താവ് സ്വയമായി ഈ ഭൂമിയിൽ വന്നില്ല. സ്വർഗത്തിൽ നിന്ന് തന്റെ പുത്രനെ കർത്താവ് ചെയ്ത്, അപ്പൊ കഴിഞ്ഞ ക്രിസ്മസ് കാലം സമ്പൂർണമായപ്പോൾ സ്ത്രീയിൽ ജനിച്ചവനായി അവൻ എന്ത് ചെയ്ത്? ഈ ഭൂമിയിൽ ജനിച്ചു. എത്ര വർഷം ഉണ്ടായിരുന്നു? 33 വർഷങ്ങൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു. 30 വയസ്സ് വരെ ഇത് ചെയ്തു. തന്റെ മാതാപിതാക്കൾക്ക് അനുസരിച്ചുള്ള മകനായി അവൻ ജീവിച്ചു. 3 വർഷക്കാലം ഇത് ചെയ്ത് തന്റെ അയച്ച പദ്ധതി, പിതാവിന്റെ ഇഷ്ടം ദൈവം ചെയ്തു. രാവിലെ മുതൽ രാത്രി വരെ എന്തായിരുന്നു? കർത്താവ് ഗ്രാമങ്ങൾ തോറും നടന്നുപോയി സുവിശേഷം എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കുകയും
പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. കർത്താവിന്റെ അടുക്കൽ വന്ന് എല്ലാവരും ഇത് ചെയ്ത് ദൈവം വെറുതെ വിട്ടില്ല, സൗഖ്യമാക്കി. പിന്നെ അതിനുശേഷം കർത്താവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോയി. എന്തുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കണം? യേശു കർത്താവ് പ്രാർത്ഥിക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടോ? കർത്താവ് കാണിച്ച് രാത്രി മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച്, അതിരാവിലെ പ്രാർത്ഥിച്ച്, ശിഷ്യന്മാരെ കർത്താവ് എടുക്കുന്ന മുൻപ് പ്രാർത്ഥിച്ച്, സകലതും എന്ത് ചെയ്ത് പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിപ്പോ സർവീസ് കഴിഞ്ഞ വീട്ടിൽ പോയാൽ റെസ്റ്റ്, നമുക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് വേല അത്യാവശ്യമാണ്, നമ്മുടെ പ്രാർത്ഥന കുറച്ചാണ്, അല്ലേ? നാം ഈ ഭൂമിയിൽ ദൈവം ഈ ലോകത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ലോകത്തിൽ ഒത്തിരി പേർ ഉണ്ടായിട്ടും ദൈവം എന്തുകൊണ്ട് നിങ്ങളിൽ എന്നെ കർത്താവ് വിളിച്ച്? മറ്റൊരു വിളിച്ചില്ല. മറ്റൊരു ഇനിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് കർത്താവ് ഇതുവരെയും തൊട്ടില്ല. വചനം അത് പിതാ ആകർഷിക്കാതെ ആരോ ദൈവസന്നിധി വരാൻ കഴിയത്തില്ല. അപ്പോൾ അവരുടെ സമയം ഇതുവരെ ആയിട്ടില്ല. പക്ഷെ നേരത്തെ നമ്മളെ കർത്താവ് എന്തുകൊണ്ട് വിളിച്ച് ഒരേ കാരണം നിങ്ങൾ നാണോ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുമെന്ന് വിചാരിച്ചാണ് ദൈവം നമ്മളെ വിളിച്ചു. പക്ഷെ നാം ഇപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാതെ നമുക്ക് തോന്നിയതുപോലെ നാം ജീവിക്കുമെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇവിടെ വിളിക്കാം, അവസാനം എത്തുമ്പോൾ നാം വചനം പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് വിളി കേൾക്കുവാൻ എന്ന് വരും. കർത്താവ് പറഞ്ഞേ, സ്വർഗസ്ഥായന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. 28 വാക്യം വായിക്കുമ്പോൾ കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇതിനാലാണ് കർത്താവിന്റെ വരവിൽ ആ നാളിൽ ദൈവം എന്നെയും നിങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതവിടെ ദുഃഖകരமான കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ ദൈവനാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ഞായറാഴ്ച നമ്മള് പള്ളി വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി, സ്പെഷ്യൽ ഉപവാസ പ്രാർത്ഥന, നാം എല്ലാം പങ്കെടുത്ത് നാം സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ അതിവിടെ വരെ ദുഃഖകരമായ കാര്യം ഒന്നുമില്ല. ഇവ വചനം എന്നത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ദൈവ മക്കൾ കൊടുത്ത അധികാരത്താണ് ഇവിടെ പറയുന്നത്. കർത്താവ് പറഞ്ഞ് എന്നീ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതും അതിനും അധികമായി ചെയ്യും. അപ്പൊ ദൈവത്തെ സ്നേഹിച്ച എനക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ചെയ്ത് അവൻ പ്രവചിച്ചിട്ടുണ്ട്. അവൻ അനേക വീരപ്രവൃത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി. അതേ അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ஆனால் ഇത് ചെയ്തിട്ടും നാം ദൈവസന്നിധി എത്തിയില്ലെങ്കിൽ ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വാക്ക് ശ്രദ്ധിക്കണം. ദൈവനാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ചത്, രോഗികളെ വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം കൊടുത്ത്, നിങ്ങൾ പലർക്കും ആലോചന കൊടുത്ത്, ചിലപ്പോൾ അത് പ്രവചനമായിരിക്കും. അനേക വീരപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. കർത്താവ് ആ നാളിൽ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക് എന്ത് ചെയ്യും? നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? സ്വർഗരാജ്യമാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ നമ്മളെ വിളിച്ചെങ്കിൽ അവന്റെ ഇഷ്ടം എന്താണെന്ന് നാം അന്വേഷിക്കണം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എന്താണ്? അത് ചെയ്യാൻ എന്നെ തന്നെ സമർപ്പിക്കണം. എന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് എന്തിനു വേണ്ടി നിങ്ങൾ വിളിച്ചോ അത് നിങ്ങൾ ഭൂമിയിൽ ചെയ്താൽ ഞാൻ പറയട്ടെ, നമുക്കുള്ള സ്വർഗത്തെ ആരും നഷ്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവസാനം ദൈവത്തിന്റെ വായി നമ്മൾ കേൾക്കുന്നത്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ
എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. നാം കർത്താവിന്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ ചെയ്ത് പ്രവചിച്ച് വിലപ്രവർത്തികൾ ചെയ്ത്. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ ഇഷ്ടമില്ലാതെ സ്വയം നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് ദൈവം ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാം ദൈവസ്ഥനിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് പറയരുത്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് പറയരുത്. ഞാൻ ദൈവസഭയ്ക്ക് വന്നുകൊണ്ടോ എല്ലാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ അല്ല ദൈവനെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നാം സ്വർഗസ്വാമി നമ്മുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന മകളായി നാം ഈ ഭൂമിയിൽ ജീവിക്കണം. നാം സഭ കൂടി വരുന്നത് എന്തിനാണ്? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട്. ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നിയപ്പോൾ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ സകലതും ദൈവത്തിന്റെ ഇഷ്ടമായി ജീവിക്കണം. തെറ്റുകൾ സംഭവിച്ചു പോയോ? മാനസാന്തരപ്പെടണം. ദൈവത്തിന് അടുക്കൽ ഓടി വരണം. ദൈവത്തോട് ഏറ്റു പറയണം. ദൈവമേ, ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൃപാലോകത്തിലാണ്. കൃപ മാറ്റപ്പെട്ടാൽ പിന്നെ നമുക്ക് ഒരു രക്ഷയും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് വേറെ വാക്കുകൾ വായിക്കാം. ലൂക്കോസ് 14 അധ്യായം അതിന്റെ 24 മുതൽ 29 വരെ. 24 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുകയും പലരും കടപ്പാൻ നോക്കും കഴിയില്ലതാനും എന്ന് നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുകയും. ഇന്ന് നരകത്തിനും പോലുള്ള വാതിൽ എങ്ങനെയാണ്? വിശാലമാണ്. അനേകം എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ஆனால் നിത്യതയ്ക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇടുക്കാണ്. അത് പലർക്കും കടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്താണ്? അതിന് അവര് കടന്നു പോകാൻ ഇല്ലാത്ത ഒരു വാതിലാണ്. എന്നാൽ വചനം ദൈവമക്കൾക്ക് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവേൻ. നമുക്കൊരു പോരാട്ടമുണ്ട് അല്ലേ? നിനക്ക് നിങ്ങൾക്ക് എന്താണ്? പോരാട്ടമുണ്ട്. ഇടുക്കുവാതിലൂടെ നാം കടക്കുന്നത് ഒരു പോരാട്ടമുണ്ട്. എനിക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ഭാഷകളോടും അധികാരത്തോടും സ്വർലോക ദുഷ്ടാത്മ സേനയോടും അല്ലേ? പക്ഷെ പലപ്പോഴും എനിക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പോരാട്ടം ആരുടെ അടുത്താണ്? എനിക്ക് ഷൈനി എടുത്താണ് പോരാട്ടം, അമ്മച്ചെടുത്ത് പോരാട്ടം, സുനിതായിട്ട് പോരാട്ടം, സുനിതായിട്ട് എൻ്റെ അടുത്ത് പോരാട്ടം അല്ലേ? പലപ്പോഴും പോരാട്ടം ആർക്കാണ്? തമ്മിലാണ് നമ്മൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇടുക്കുവാതിൽ പോരാടണം. എന്ത് പോരാടണം? നമുക്കൊരു പോരാട്ടമുണ്ട്. അത് രക്തത്തോടല്ല, നമുക്കൊരു വാഴ്ചകളോട്, അധികാരത്തോട്, ദുരാത്മ സേനയോട് നമുക്കൊരു പോരാട്ടമുണ്ട്. അവൻ നമ്മുടെ പുറകിലുണ്ട്. എന്താണ്? നാം നിത്യത്തിൽ എത്താൻ പാടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പ്രതികൂലങ്ങളും നാം ഉയർച്ച പ്രാപിക്കാൻ കഴിയാത്ത പറഞ്ഞ് നമ്മൾ താഴ്ചയിലോട്ട് നമ്മളെ അത് ചെയ്യുന്നത് താഴ്ത്തി കളയാൻ നോക്കുന്നതും നാം ഇത് പലപ്പോഴും അവനക്ക് ചെവി കൊടുത്ത് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. നാം ഈ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, ആണാ കഴിയില്ലതാണ്. ശ്രമിക്കും, ஆனால் അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ലോകത്തിൽ അധികമായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചത് കൊടുത്തുകൊണ്ട് ഈ ഇടുക്കുവാതിലൂടെ കടപ്പാൻ കഴിയത്തില്ല. 25 വാക്യം വചനം പറയുന്നതാണ്, വീട്ടുടയവൻ എഴുന്നേറ്റ് കതവ് അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. നമുക്കിപ്പോൾ അവസരമുണ്ട് മാനസാന്തരപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, ദൈവത്തോട്
നമുക്കിതെല്ലാം നമുക്ക് കിട്ടിയ അവസരങ്ങളാണ്. നാം പാഴാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ സ്വർഗത്തിലെ കഥ അടയ്ക്കപ്പെട്ടാൽ പിന്നെ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ദൈവം പോലും തുറക്കത്തില്ല. നമുക്കറിയാം, കർത്താവ് നോഹോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. ഏകദേശം 120 വർഷം അവൻ ചെയ്ത് പെട്ടകം പണിത് അവസാനം സംഭവിച്ച് ആ മൃഗങ്ങളെല്ലാം കയറി കഴിഞ്ഞ് അവസാനം അവനും അവന്റെ കുടുംബവും കയറി. വാതിലടച്ച്, ദൈവം വാതിൽ അടച്ച്, വാതിൽ കർത്താവ് അടച്ച്, നോഹപ്പോൾ അടച്ചില്ല. അവസാനം ഇത് ചെയ്ത് മഴ പെയ്തു. ഞങ്ങൾ ഓടി വന്ന് പറഞ്ഞു കാണാം, നോഹ കഥ തുറക്കണമേ എന്ന്. കഥ അടച്ചതാരാണ്? ദൈവമാണ്. ഈ പെട്ടകം പണി 120 വർഷം ആ ജനത്തിന് കൊടുത്ത അവസരമായിരുന്നു. പക്ഷെ എന്ത് ചെയ്ത് അവരത് നഷ്ടപ്പെടുത്തി. കർത്താവിന്റെ വചനം പറയുന്നത്, കർത്താവ് ഒരു പറഞ്ഞ് സംഭവിക്കും, നോഹയുടെ കാലത്തിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും. അതിന്റെ അർത്ഥം കർത്താവ് എന്ന് പറഞ്ഞ ആൾക്കറിയത്തില്ല. ஆனால் ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ഒരുക്കത്തോടെ ഇരിക്കവർ എടുക്കപ്പെടും. ആ ഒരുക്കമില്ലെങ്കിൽ, കൈവിടപ്പെട്ടാൽ, നമ്മുടെ അടുത്ത വാക്യം പറയുന്നത് എന്താണ്? 26 വായിച്ചോ. കൈവിട്ട ശേഷം നമ്മൾ പറഞ്ഞതാണ്, നിന്റെ മുൻപിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. നമ്മൾ എന്ത് പറയാം? ഞായറാഴ്ച തുപ്പിച്ചന്ദ്ര സഭയ്ക്ക് ഞാൻ വന്നിട്ടുണ്ടല്ലോ, എല്ലാ ഞായറാഴ്ചയും ബൈബിൾ സ്റ്റഡിക്ക് നമ്മുടെ ഭവനങ്ങൾ മാറി മാറി വെച്ചല്ലോ, വന്നിട്ടുണ്ടല്ലോ, ഞാൻ സൂമിൽ കയറിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയാം, പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകും. നമ്മൾ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? വചനം പറഞ്ഞത്, അനീതി പ്രവർത്തിക്കുന്നവരെ ഏവരുമായുള്ളവരെ എന്നെ വിട്ട് പോകുമേ. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു? നമ്മൾ നീതി പ്രവർത്തിക്കാതെ കൊണ്ട്. നമ്മൾ നീതി എന്ന് പറയുന്നത്, ദൈവം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു പദ്ധതിയുണ്ട്. അതിന് ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എനിക്ക് ഇത്രയും പ്രായമായല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കും. പ്രായത്തിൽ ഒരു വിഷയമല്ല. മോശയെ ദൈവം വിളിച്ചത് എപ്പോഴറിയാമോ? 80ാമത്തെ വയസ്സിൽ തന്റെ ജനത്തെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ദൈവം മോശയെ വിളിച്ചു. 80 വയസ്സ്. എത്ര വർഷം? 120 വർഷം, 40 വർഷം ദൈവജനത്തെ നടത്തുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തി ആയിരുന്നു മോശെ. പിന്നെ ബൈബിൾ ഒത്തിരി പേര് നമ്മൾ വായിക്കാൻ കഴിയും. ഒരു പ്രവാചകി അന്ന കുറിച്ച് വായിക്കുമ്പോൾ വളരെ പ്രായം ചെയ്തവർ അവൾ ചെയ്ത് ദേവാലയത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന്, കർത്താവിന്റെ വരവിനെ എതിർനോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ വിടുതലിനായി അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാ സിമിയോനോട് പറഞ്ഞിട്ടുണ്ട്, നീ ദൈവത്തെ കാണാതെ നീ മരിക്കയില്ല എന്ന് അവനോട് പ്രവചനം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമോ? വചനം പറഞ്ഞത്, യേശുവിനെ അവർ ആഴത്തോട്ട് കൊണ്ടുവന്ന് ആ പഴയ യൂതപ്രകാരം അവനക്ക് എന്ത് ചെയ്ത്? യൂതപ്രകാരം അവനെ ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ വചനം പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാ സിമിയോനോട് പറഞ്ഞ് അവൻ ദേവാലയത്തിൽ കടന്നു വന്ന് ആ കുഞ്ഞിനെ എടുത്ത് അവൻ പ്രവചിച്ച് കടന്നുപോയി. ഞാൻ പറയുന്നത്, പ്രായം ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും കർത്താവ് എന്തിനു വേണ്ടി നിങ്ങൾ വിളിച്ചതെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചെടുക്കണം. ദൈവമേ, എന്നെ വിളിച്ചത് എന്തിനാണ്? ഞാൻ എന്താണ് ചെയ്യണം എന്ന് നിങ്ങൾ ചോദിക്കണം. പക്ഷെ ഇത് മാത്രം നമ്മൾ ചോദിക്കത്തില്ല. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? ഞാൻ നന്നാവണം, എൻ്റെ കുടുംബം നന്നാവണം, എൻ്റെ മക്കൾ നന്നാവണം. നമ്മൾ അതിനെ ചോദിക്കുന്നത് കൂടുതൽ. നാം ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? നാം പറയട്ടെ,
നിങ്ങൾ ദൈവത്തിന്റെ വേല അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹിക്കുന്ന വേല ചെയ്യുമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതും. നിങ്ങളുടെ മക്കളെ ദൈവം രക്ഷിക്കും. നിങ്ങൾ എല്ലാ ദിവസവും 3 നേരം നല്ല ആഹാരം കഴിക്കും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന മകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയാൽ, നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തിക്കുമെങ്കിൽ ദൈവം വെറുതെ എടുക്കും. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നന്മകളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണും. നിങ്ങൾ ആകുലപ്പെടത്തില്ല, ഭാരപ്പെടത്തില്ല, വേദന ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കരുതും. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടത്തില്ല. അപ്പോൾ ഇവിടെ വചനം പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവേൻ എന്ന് പറയുന്നു. 28-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചോ. അബ്രഹാമും ഇസഹാക്കും യാക്കോബ് സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങൾ പുറത്ത് തള്ളി കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടായിരിക്കും. എവിടെയാണ്? നരകത്തിൽ. നരകത്തിൽ എത്ര ദൈവം നമ്മൾ വിളിച്ചത്? നരകത്തിൽ അല്ല നമ്മൾ എത്ര ദൈവം നമ്മൾ വിളിച്ചത്. സ്വർഗത്തിൽ ദൈവത്തോട് കൂടെ ജീവിക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. നാം ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ പിന്നെ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല. ഇത് എപ്പോൾ നടക്കും? ദൈവത്തിന്റെ വരവിൽ അല്ലെങ്കിൽ അവസാന ദിവസത്തിൽ ഇത് സംഭവിക്കും. ഇത് എനിക്കും സംഭവിക്കും, നിങ്ങൾക്കും സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നാം ഈ നാളുകളിൽ നാം ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. നാം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ ദൈവം കൊടുത്ത ആയുസ് നാം ചെയ്യണം, ദൈവത്തിനായി ജീവിക്കണം. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ നാം മുൻപോട്ട് വരണം. അങ്ങനെ നാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം വസിക്കുന്നതാണ് സ്വർഗത്തിൽ നമുക്കും എത്തുവാൻ കഴിയും.